1-ാം തീയതി. മനുഷ്യരെല്ലാവരും മരിക്കുമെന്നത് നിശ്ചയമായ കാര്യമാണ്. ഓരോരുത്തരും ഒരു തവണ മാത്രമല്ലാതെ 2-3 പ്രാവശ്യം മരിക്കുന്നതല്ല. മരണത്തിന്റെ ശേഷം വിധി നടക്കും എന്നുള്ളത് അനിഷേധ്യമായ സത്യമാകയാൽ ഈ വിധിയിൽ നിന്നൊഴിഞ്ഞുകൊള്ളുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. പരമനീതിമാനായ ദൈവം സൽകൃത്യങ്ങളുടെയും ദുഷ്കൃത്യങ്ങളുടെയും അനുസരിച്ച് ഓരോരുത്തർക്കും സമ്മാനമാണെങ്കിലും ശിക്ഷയാണെങ്കിലും കൽപ്പിക്കുമെന്നുള്ളതും സന്ദേഹമില്ലാത്ത കാര്യമാണ്. പല പുണ്യാത്മാക്കൾ പൂർണ്ണ പരിശുദ്ധരായി ദൈവേഷ്ടത്തിൽ മരണം പ്രാപിച്ച് വിഘ്നമൊന്നും കൂടാതെ ഉടനെ തന്നെ അളവില്ലാത്ത നിത്യാനന്ദ ഭാഗ്യം നിറഞ്ഞ സ്വർഗത്തിൽ എന്നേക്കുമായി വാഴുന്നതിനു വേണ്ടി പോകുന്നു. ദൈവീഷ്ടപ്രസാദമില്ലാതെയും മാനസാന്തരപ്പെടാതെയും ചാവദോഷത്തോടുകൂടി മരിക്കുന്ന പാപികൾ നിത്യനരകത്തിൽ തള്ളപ്പെട്ട് കെടാത്ത തീയിൽ ദഹിക്കാത്ത കട്ട പോലെ വെന്ത് വാക്കിലും ബുദ്ധിയിലും അടങ്ങാത്ത വേദനകൾ നിത്യമായി അനുഭവിപ്പാൻ ഇടയാകുകയും ചെയ്യും. ഇങ്ങനെ എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗമെന്നും നരകമെന്നും 2 സ്ഥലങ്ങളുണ്ട്. അനവധി ജനങ്ങൾ നരകത്തിന് അർഹമായ ചാവുദോഷമില്ലാതെ മരിക്കുന്നുണ്ട്. എങ്കിലും അവർക്ക് അല്പമായ പാപങ്ങൾ ഉണ്ടായിരിക്കുക കൊണ്ടും വെറുക്കപ്പെട്ട പാപങ്ങൾക്ക് ശരിയായ പരിഹാരം അവർ ചെയ്യായ്ക കൊണ്ടും അല്പ പാപത്തിൻ്റെ എങ്കിലും യാതൊരു വക കറയുമില്ലാതെ പൂർണ്ണ പരിശുദ്ധരായ ആത്മാക്കളുടെ രാജ്യമായ സ്വർഗത്തിൽ ഉടനെ പ്രവേശിപ്പാൻ യോഗ്യരല്ലാത്തതിനാൽ ഒരു മധ്യസ്ഥലത്തിലേക്കാണ് അവരുടെ യാത്ര. ഈ സ്ഥലത്തിൽ അല്പപാപങ്ങൾക്കും അവയുടെ പരിഹാര കടത്തിനും വേണ്ടി ശിക്ഷ അനുഭവിച്ച് അവർ ദൈവനീതിക്ക് ശരിയായ ഉത്തരവാദിത്തം ചെയ്യണം. ഇങ്ങനെ പൂർണ്ണമായ പരിഹാര ക്രിയയുടെ ശേഷം ഈ ആത്മാക്കൾ മോക്ഷാനന്ദ ഭാഗ്യം പ്രാപിച്ച് മറ്റു മോക്ഷവാസികളോടുകൂടെ എന്നേക്കും വാഴുമെന്നുള്ളത് പരമസത്യമാണ്. മേൽപ്പറഞ്ഞ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾക്ക് ഇങ്ങനെ 3 സ്ഥലമുണ്ടെന്ന് സത്യതിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. കഠിന പാപങ്ങൾക്ക് നരകവും പൂർണ്ണ പരിശുദ്ധിയുള്ള ആത്മാക്കൾക്ക് മോക്ഷവും മരിച്ച ശേഷം ഉത്തിരിപ്പ് കടമുള്ള ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലവും ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് ഉള്ളത്. നിത്യനരകത്തിൽ നിത്യശിക്ഷ അനുഭവിക്കുന്നവർക്ക് മനുഷ്യർ മൂലം അല്പമെങ്കിലും തണുപ്പും സഹായവും നിശ്ചയമായും ഉണ്ടാകുകയില്ല. നിത്യാനുഗ്രഹത്താൽ വാഴുന്ന മോക്ഷവാസികളെ പുകഴ്ത്തി സ്തുതിച്ച് അവർ നമുക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. ശുദ്ധീകരണ സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ പീഡകളെ നമ്മുടെ നോമ്പ്, ജപം, ദാനധർമ്മം ഇവയാലും തിരുസഭയുടെ അപേക്ഷയാലും ദണ്ഡവിമോചനങ്ങളുടെയും ഫലങ്ങളാലും വിശേഷാൽ കുർബാനയാലും അമർത്തി കുറപ്പാൻ കഴിവുള്ളതാണ് എന്ന് സത്യസഭ പഠിപ്പിക്കുന്നു. സഹോദരരെ, മോക്ഷം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നീ 3 സ്ഥലങ്ങളെ കൂടെ വിചാരിച്ച് ധ്യാനിച്ചാൽ അനേകം ആത്മീയ പ്രയോജനങ്ങൾ ലഭിക്കാവുന്നതുകൊണ്ട് ഇവയെ ഒരിക്കലും വിസ്മരിച്ച് കളയരുത്. നരകത്തെയും അതിലുള്ള കെടാത്ത തീയെയും നിത്യമായി അനുഭവിച്ചു കൊണ്ടുവരേണ്ട വേദനകളെയും നരകത്തിൻ്റെ നിത്യതയെയും ഗാഢമായി ധ്യാനിച്ചാൽ ഭയപ്പെടാതെയും ഇവയ്ക്ക് കാരണമാകുന്ന ചാവുദോഷത്തെ ഉപേക്ഷിക്കുവാനും അവയോട് വെറുപ്പ് തോന്നി അവയിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കും. മോക്ഷം എല്ലാവക നന്മയും ഭാഗ്യവും നിറഞ്ഞ സ്ഥലമാണെന്നും ഈ മഹാഭാഗ്യം ഒരിക്കലും അവസാനിക്കുന്നില്ലാത്തതാണ് എന്നും മനസ്സുണ്ടെങ്കിൽ അതിനെ സംശയം കൂടാതെ പ്രാപിക്കാമെന്നും അതിൽ തങ്ങൾക്ക് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നുവെന്നും നന്നായിട്ട് വിചാരിച്ച് സ്ഥിരമായി വിശ്വസിച്ച് കൂടെ ധ്യാനിക്കുവാൻ നമ്മളെ എല്ലാവരെയും തിരുസഭ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ധ്യാനിക്കുന്നവനും. അവന് അനേകം നന്മകൾ സിദ്ധിക്കുന്നതാകുന്നു. അവിടെ വെച്ച് നേരിടുവാൻ പോകുന്ന വേദനകളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി തന്നാൽ കഴിയുവണ്ണമൊക്കെയും അല്പപാപങ്ങളിൽ നിന്ന് പോലും ഉൾപ്പെടാതിരിക്കാൻ അവൻ ശ്രമിക്കേണ്ടതാണ്. താൻ ചെയ്തു പോയ ചാവുദോഷത്തിന്
കുമ്പസാരം വഴിയായി മോചനം കൈക്കൊണ്ടിരുന്നാലും അതിന് പരിഹാരമായി തപക്രിയകളെ അനുഷ്ഠിച്ചവരും മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് സഹായവും രക്ഷയും കിട്ടുന്നതിന് വേണ്ടി ജപം, ദാനധർമ്മം മുതലായ സൽക്രിയകളിൽ തൽപരനായും തിരുസഭയുടെ നിക്ഷേപങ്ങളെ പ്രാപിക്കുക, കുർബാനയിൽ പങ്കുകൊള്ളുക, ചൊല്ലിക്കുക തുടങ്ങിയ കൃത്യങ്ങൾ ഉത്സുകരമായിരിക്കുകയും ചെയ്യുക. ആകയാൽ ഈ 3 സ്ഥലങ്ങളെക്കുറിച്ചും കൂടെ കൂടെ ധ്യാനിക്കുന്നത് ഉത്തമമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവായ സർവേശ്വരാ, അങ്ങേ പക്കൽ വാഴുന്ന സകല മോക്ഷവാസികളെയും വണങ്ങി പുകഴ്ത്തി സ്തുതിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ സഹായം ഉണ്ടാകുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് സാക്ഷാലുള്ള സമാധാനം തരണമേ. അങ്ങേ തിരുസഭ നേരിടുന്ന എല്ലാ നാശങ്ങളെയും നീക്കണമേ. അങ്ങേ ശുശ്രൂഷയിൽ ഞങ്ങളെയും സകല ക്രിസ്ത്യാനികളുടെയും സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉപകാരികൾക്ക് സ്വർഗീയ നന്മകളും മരിച്ച സകല വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യസമാധാനവും കൊടുത്തരളണമേ എന്ന് അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ 5 തിരുമുറിവുകളെ ഓർത്ത് 5 സ്വർഗസ്ഥനായ പിതാവേയും 5 നന്മ നിറഞ്ഞ മറിയവും 5 പ്രാവശ്യം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ എന്നും ചൊല്ലുക. അതിനുശേഷം നിത്യപിതാവായി ഈശോ മിശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരയോർത്ത് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന് 5 പ്രാവശ്യം ചൊല്ലുക.